ചെറിയ പ്രായത്തിലെ കുട്ടികൾ കളവ് പറയാതിരിക്കാൻ പാരൻസ് ശ്രദ്ധിക്കണമെന്ന് പാരന്റിങ്ങിൻ്റെ ഇസ്ലാമിക രീതി പറയുന്ന എല്ലാ ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാം, എല്ലാ കിതാബിലും കാണാം. ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളിൽ കളവ് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിന് ഉമ്മമാര് കളവ് പറയരുത്. മദ്രസ 2 ദിവസം ലീവായി, അപ്പൊ തിങ്കളാഴ്ച മദ്രസയിലേക്ക് പോകുമ്പോൾ കുട്ടി ചോദിച്ചു, ഉസ്താദിനോട് എന്താ പറയാന്ന്? പനിയായിരുന്നു എന്ന് പറഞ്ഞാളേ. മദ്രസയിലേക്ക് എന്തിനാ അയക്കുന്നത്? കളവ് പറയല്ല എന്ന് പഠിപ്പിക്കാൻ. ഇപ്പൊ ഈ കുട്ടി മദ്രസയിലേക്ക് എങ്ങനെയാ പോണത്? 2 കിലോ കളവ് കൊടുത്തിട്ടാ പോണത്. ആരാ കൊടുക്കണത്? ഉമ്മ. ഇപ്പോഴത്തെ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? മദ്രസയിൽ പഠിക്കുന്ന കാര്യം വീട്ടിൽ കാണാനില്ല എന്നുള്ളതാണ് വീട്ടിലെ ഇപ്പോഴത്തെ കുട്ടികൾ നേരിടുന്ന കൾച്ചറൽ കോൺഫ്ലിക്റ്റ് ആൻഡ് മോറൽ കൺഫ്യൂഷൻ. കുട്ടി സ്കൂളിൽ നിന്നോ മദ്രസയിൽ നിന്നോ പഠിച്ച കാര്യം വീട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കാര്യമായിട്ട് എന്തിനാ നമ്മൾ ഫീസ് അടക്കുന്നത്? കുട്ടി മദ്രസയിൽ നിന്ന് പഠിക്കുകയാണ്, ഫാത്തിമ മോളെ വലുതായിട്ടോ, ശരീരമൊന്നും ആരെയും കാണിക്കാത്ത ജീവിതം നമുക്ക് ഉണ്ടാവേണ്ടത്. ഫാത്തിമ ബീവി വഫാത്തിന്റെ തലേന്ന് തന്നെ കരഞ്ഞത്, നാളെ എൻ്റെ ശരീരം പൊതന്നെ കഫംപൂട അന്യപുരുഷന്മാർ കാണുമെന്ന് പേടിച്ചിട്ടാ. അതാ രാത്രി കബറടക്കാൻ വസിയത്ത് ചെയ്തത്. രാത്രിയുടെ ഇരുട്ടിൽ കബറടക്കിയാൽ കഫംപൂട ആരും കാണൂലാലോ. അപ്പൊ ഫാത്തിമ എന്ന പൊന്നുമോളുടെ മനസ്സിൽ ഇങ്ങനെ തോന്നി, ഇൻഷാ അല്ലാ എന്ന ചിന്തയായിട്ട് വീട്ടിലേക്ക് എത്തുമ്പോൾ ഗ്യാസ് സിലിണ്ടർ വിൽപ്പന നടത്താൻ വന്ന ആളോടും മത്സര വിൽപ്പന നടത്തുന്ന ആളോടും സ്വന്തം ഉമ്മയും ഏട്ടത്തിയും എന്തെല്ലാന്ന് കുറയല്ല കണ്ടിട്ട് എന്ന് പറയുന്ന കമൻറ്റ് കേൾക്കുന്നത്. പിന്നെ ഇങ്ങനെ ഈ കുട്ടീനെ എന്തിനാകുമ്പോൾ മദ്രസയിൽ കാര്യമായിട്ട് കേൾക്കണത്? എന്താ അതിൻ്റെ താല്പര്യം? കുട്ടി കേൾക്കുന്ന മദ്രസയിൽ നിന്ന് കറാഹത്താണ് മുടി അല്പം വെട്ടി ബാക്കി വെട്ടാതിരിക്കൽ, ഇങ്ങനെ കറാഹത്താണെന്ന് പഠിച്ച് ആ കുട്ടി വീട്ടിലേക്ക് വരുമ്പോൾ ചെറുപ്പക്കാരനായി ഉപ്പ അങ്ങനെയാണ്, ഏട്ടൻ അങ്ങനെയാണ്. ഈ കുട്ടീനെ എന്തിനാ അയക്കണത്? എന്താ അതിൻ്റെ താല്പര്യം എന്നാ? അപ്പോൾ നമ്മളിൽ നിന്നാണ് മക്കൾ ദീൻ പഠിക്കേണ്ടത്. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു തഹജ്ജുദ് നിസ്കാരം പഠിച്ചത് ഉപ്പാനെ കണ്ടിട്ടാ. മോന് ചെറുതല്ലേ, മോനിപ്പോൾ ഉറങ്ങിക്കോളി എന്ന് പറഞ്ഞപ്പോൾ ഉപ്പാനോട് അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു എന്ന കുട്ടി പറഞ്ഞാൽ എന്താ പറയാ? അള്ള ചോദിച്ചാൽ ഉപ്പ എന്നെ വിളിക്കാത്തോണ്ടാണ് എന്ന് പറയും, ഉപ്പ നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞെന്ന് പറയും. പറയട്ടെ, പറഞ്ഞല്ലോ മോനെ, നാളെ മുതൽ മോനെ വിളിക്കാം. ലോകം കണ്ട സൂഫി വര്യനായത് ഉപ്പാന്റെ അടുത്തൊന്നും കൂടിയാ. സഹ്ലു ബിൻ അബ്ദുല്ലാഹി തുസ്സരി റളിയല്ലാഹു അൻഹു തഹജ്ജുദ് നിസ്കാരം ആരംഭിച്ചത് എങ്ങനെ? ഇഹ്യാ ഉലൂമുദ്ദീനിൽ കാണാം. ഉമ്മാന്റെ സഹോദരൻ അമ്മാവനെ കണ്ടിട്ടാ. നമ്മളെ നാട്ടിലെ അമ്മാവൻ്റെ അടുത്ത് നിന്ന് മരുമക്കൾ എന്താ പഠിക്കുക? കല്യാണം നേരിട്ട് വിളിക്കാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല. മാമൂൽ ഓഫ് ഇന്ത്യ. എങ്ങനെ നമ്മളെ മക്കൾ ശരിയാവുക? നമ്മളിലൂടെയല്ലേ കുട്ടികൾക്ക് ഓരോ സാധനങ്ങൾ ഇങ്ങനെ തെളിഞ്ഞ് വരേണ്ടത്. സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാരന്റിങ്ങിന്റെ രീതി. ഞാൻ എങ്ങനെയാണോ വുളു എടുക്കുന്നത്, ഖുത്ബ ഓതുന്നത്, നിസ്കരിക്കുന്നത്, അതുപോലെ നിങ്ങൾക്ക് നിർവഹിക്കാം. എത്ര തെളിഞ്ഞ പിക്ചറാ! എത്ര മാന്യമായ വീടാണ് ആ വീട്, എത്ര മാന്യമായ ദർസാണ് ആ ദർസ്. സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. അതാണ് പാരന്റിങ്ങിൽ ഉണ്ടാവേണ്ടത്, അതാ വേണ്ടത്. അപ്പൊ നമ്മളെ മക്കളെങ്ങാനും നമ്മുടെ ഉള്ളറിഞ്ഞിരുന്നുവെങ്കിൽ അവർ ഉപ്പാന്ന് നമ്മളെ വിളിക്കുവോ, ഉമ്മാന്ന് വിളിക്കുവോ? അപ്പോൾ നമ്മൾ സ്വാദിഖീങ്ങളാണോ? ജീലാനി തങ്ങളുടെ ഉമ്മ കുൻ സ്വാദിഖൻ കമാ റബ്ബൈതുക, മോനെ ഞാൻ മോനെ എങ്ങനെയാണോ ജീവിച്ച് കാണിച്ചു തന്നത് അതുപോലെ മോൻ സ്വാദിഖാവണം. അങ്ങനെ സ്വാദിഖായപ്പോഴാണ് ലോകം മുഴുവൻ നന്നാവുന്ന വാക്കുകൾക്ക് ജീലാനി തങ്ങൾക്ക് തൗഫീഖ് കിട്ടിയത്. ഉമ്മാന്റെ അടുത്ത് നിന്ന് കിട്ടിയതാ. അല്ലാമ ബാഖറമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ഈ യാസീൻ സൂറത്ത് കാണാതെ ചെറുപ്പത്തിൽ തന്നെ ഓതാൻ പഠിച്ചത് ഉമ്മാന്റെ അടുത്തുനിന്നാ. അങ്ങനെയാ. അതിന് നമ്മുടെ വീടകം അങ്ങനെയാക്കി മാറ്റണം. എന്തുകൊണ്ടാ ഖത്തറിലേക്ക് പോകുമ്പോൾ ചെല്ലിയ ബദർ മൗലിദ് ചില ആൾക്കാർക്ക് ഷിർക്കായി വരുന്നത്? ദോഹ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ജിബ്രീലുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടാണോ? ആണോ?
4 കരാറിൽ ഒപ്പിട്ട് ബദർ, മൗലിദ്, മങ്കൂസ്, കുത്തുബിയത്ത്, ബുർദ ഷിർക്കാകുന്നു, മധ്യസ്ഥത പാകിസ്ഥാൻ. സമാധാനായോ? അതാണോ? അല്ല. ഈ വീട്ടിലൊരു മൗലിദിന്റെ ഈരടി അവർ കേട്ടിട്ടില്ല. നമ്മളെ വീട്ടിൽ അതിന് സമയമില്ല. SSFന്റെ സാഹിത്യോത്സവം എങ്ങനെയാണ് നമ്മളെ മക്കളെ ആദർശം പഠിപ്പിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ നാളെ ഇതിന്റെ പരിസരത്ത് മുഴുവൻ നോക്കിയേ. ക്യാമ്പസിലെ മക്കളാണ് മാലയുടെ, മൗലിദിന്റെ, സീറയുടെ, ഖസീദയുടെ ഏട് പിടിച്ചിട്ട് ബില്ലിന് ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ, അഥവാ ബിസ്മിയും ഹംദും സ്വലാത്തും നൽസലാം. ആരാ പാടുന്നത്? ബീഫാമുകാരെ, BDSകാരെ. അവരെ കയ്യിലേക്ക് സംഘടന കൊടുത്തു മുഹിയദ്ദീൻ മാലയുടെ, നഫീസത്ത് മാലയുടെ ഏട്. അഭിമാനപൂർവം അതിന് കിട്ടിയ ഫസ്റ്റ് പ്രൈസിന്റെ മൊമെന്റോ അവർ സ്റ്റാറ്റസ് വെക്കുന്നു, അവരുടെ വീട്ടിൽ ഷോക്കേസിൽ പ്രദർശിപ്പിക്കുന്നു. ഏത് കാലത്ത്? മാലയും മൗലിദും ഖസീദയും ഖവാലിയും ബുർദയുമെല്ലാം പഴഞ്ചനാണെന്ന് പറയാൻ ബിദ്അത്തുകാര് നാട്ടിൽ 4 വാടെ സ്റ്റേജുകൾ കെട്ടി ആഘോഷിക്കുമ്പോഴാണ് കഴിഞ്ഞ 32 വർഷങ്ങൾ കൊണ്ട് SSF എന്തുണ്ടാക്കി എന്ന ചോദ്യത്തിന്റെ ഉത്തരം സാഹിത്യോത്സവം നൽകുന്ന ഉത്തരങ്ങളായി വരുന്നത്. അത് നമ്മളെ വീടും കൂടി പാകപ്പെട്ടു വരണം. ഇശാ മഗ്രിബിന്റെ ഇടയിൽ മൗലിദ് ഓതുന്ന വീടാവണം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞല്ലോ, സ്വാലിഹീങ്ങളുടെ ചരിത്രം കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ ആ കുട്ടികൾ വളർന്നു വലുതാകുമ്പോൾ നന്നായി മാറും. കാരണം അവരുടെ മനസ്സിൽ സ്വാലിഹീങ്ങളോടുള്ള ഇഷ്ടം ഉണ്ടാകും. നഫീസത്ത് മാല ചൊല്ലി, മുഹയ്യിദ്ദീൻ മാല ചൊല്ലി. ഇതാരാണ് മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു എന്ന്, നഫീസ റളിയല്ലാഹു അൻഹ ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ഉമ്മമാര് സമയം കണ്ടെത്തണം. ഇശാ മഗ്രിബിന് ഇടയിലുള്ള സമയം വലിയ ബറക്കത്തുള്ള സമയമാണ്. ആ സമയം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അബൂ സുലൈമാൻ എന്ന മഹാനോട് ശിഷ്യൻ ചോദിച്ചല്ലോ, സുന്നത്ത് നോമ്പ് എടുക്കണോ ഇശാ മഗ്രിബിനിടയിൽ സ്വലാത്തുൽ അവ്വാബീൻ കൊണ്ടും മറ്റൊക്കെ ഹയാത്താക്കണോ? രണ്ടും കൂടി ചെയ്തൂടെ? രണ്ടും പാടെ നടക്കൂല. എന്തേ? സുന്നത്ത് നോമ്പ് എടുത്താൽ മഗ്രിബാകുമ്പോഴേക്കും ആകെ ടയേർഡാവും. സോ പിന്നെ ഇശാ മഗ്രിബിനിടയിൽ കാര്യമായിട്ട് എണീറ്റ് ഇബാദത്ത് ചെയ്യാന്ന് കഴിയൂല. ഓ അങ്ങനെ. അഥവാ ഇശാ മഗ്രിബിനിടയിൽ ഇബാദത്ത് ചെയ്യണമെങ്കിൽ പകലിലെ സുന്നത്ത് നോമ്പ് ഒഴിവാക്കണം എന്നാണോ പറഞ്ഞു വരുന്നത്? അതെ. എങ്കിൽ ഇശാ മഗ്രിബിനിടയിൽ സജീവമാക്കിക്കോളിയും. ഇപ്പം പിന്നെ നമുക്ക് കുറെ കൂടി തിയറിയൊക്കെ വന്നുകൊണ്ട് നേരത്തെ ഫുഡ് കഴിക്കണമെന്ന ആശയമൊക്കെ വന്നതുകൊണ്ട് ഇശാ മഗ്രിബിനിടയിൽ പുറത്തു പോയി ഫുഡ് കഴിക്കുക, അൽഫാം, ഡ്രൈ ചിക്കൻ ആൻഡ് സോ ഷവായി ഒക്കെ ആയിട്ട് ആ തിരക്കിലായതുകൊണ്ട് മുഹിയദ്ദീൻ മാലയുടെ, നഫീസത്ത് മാലയുടെ ഏടൊക്കെ പൊടി പിടിച്ചിരിക്കുകയാണ്. സുന്നി ഗ്രാമെന്ന് പേരിടാനും അഭിമാനത്തോടെ പറയാനൊക്കെ എളുപ്പമാണെങ്കിലും ആ ഗ്രാമത്തിൻ്റെ അകം നമ്മളൊന്ന് പരിശോധിക്കണം എന്നാണ് പറയുന്നതിൻ്റെ ഒരു താല്പര്യം. പുറത്തുള്ളവരോട് അങ്ങനെ പറയാൻ നല്ല രസം, ആ പേരും നല്ല തന്നെ. ആ അർത്ഥത്തിൽ നമ്മളെ മക്കളെയൊക്കെ സുന്നത്ത് ജമാഅത്തിൻ്റെ മക്കളായി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അത് നമ്മളെ വീട് സുന്നത്ത് ജമാഅത്തിൻ്റെ വീടാവണം. മുത്തഖീങ്ങളുടെ 9 അടയാളങ്ങളിൽ രണ്ടാമത്തത് അൽ വഫാഉ ബിൽ അഹ്ദ്. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയാണ്, ഒരാളെയും ചതിക്കാത്ത ജീവിതം, വാക്ക് ലംഘിക്കാത്ത ജീവിതം. ചെറിയ കാര്യമാണെങ്കിലും വാക്ക് ലംഘിക്കരുത്. ഞാൻ ഇന്നാലിന്ന സമയത്ത് നിന്നെ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞാൽ വിളിക്കണം. വിളിക്കാൻ പറ്റൂലെങ്കിൽ അങ്ങനെ വാഗ്ദാനം ചെയ്യരുത്. ഞാൻ 10 മണിക്ക് പള്ളിയിലുണ്ടാവും, ഓഫീസിലുണ്ടാവും, ഐ വിൽ ബി ദെയർ എന്ന് പറയുന്നുണ്ടെങ്കിൽ ദെയർ വിൽ ബി ആയിരിക്കണം, അല്ലെങ്കിൽ അത് പറയരുത്. നമ്മൾ വിചാരിക്കും അതൊക്കെ നിസ്സാരല്ലേ. നോ നോ നോ. വാക്ക് ലംഘിക്കുന്നത് നിഫാഖിന്റെ അടയാളമാണ്. പേടിയോടുകൂടി കാണണം. വൗഫു ബിൽ അഹ്ദി ഇന്നൽ അഹ്ദ കാന മസ്ഊലാ. കരാർ അല്ലാഹു ചോദിക്കുക തന്നെ ചെയ്യും. ഖബിൽതു നിക്കാഹഹാ എന്നുള്ളത് ഭാര്യയോടുള്ള കടപ്പാട് മുഴുവൻ നിർവഹിക്കുമെന്ന് അമ്മോശനോടുള്ള കടപ്പാടാണ്. യഥാർത്ഥത്തിൽ അതൊരു കടപ്പാടാണ്, കരാറാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ പഠിക്കണം.
ഭാര്യയുമായി ഓട്ടം മത്സരം നടത്തിയ നബിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വിശദീകരിക്കുന്നിടത്ത് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഭാര്യയുമായി ഇണതുണകൾ പരസ്പരം തമാശകൾ പറയലും കളിത്തമാശയിൽ ഏർപ്പെടലും സുന്നത്താണെന്ന് ഈ ഓട്ടം മത്സരത്തിൻ്റെ ചിത്രം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആയിഷ ബീവി ഓട്ടം മത്സരം നടത്തി അല്ലേ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നിലെത്തി. അതെപ്പോഴാ മുന്നിലെത്തുന്നത്? മത്സരം രണ്ടാമത്തേത് നടക്കുമ്പോഴാണ്. പണ്ട് ഇതേപോലെ ഒരു ഓട്ടം മത്സരം നടത്തിയപ്പോൾ ആയിഷ ബീവിയാ മുന്നിലെത്തിയത്. ആ ഓർമ്മയിലാണ് ആയിഷ ബീവി ഇപ്പം ഒന്നും കൂടി നടത്തിയാലോ എന്ന് ഒരു ചോദ്യമൊക്കെ ചോദിക്കണത്. ഈ ചോദ്യം ചോദിക്കുന്ന ആയിഷ ബീവി ഒന്ന് തടിച്ച് വീർത്തിട്ടൊക്കെ ഉണ്ട്. പണ്ടത്തെ പോലെ മെലിഞ്ഞ ഉമ്മല്ല, തടിച്ചത് കൊണ്ട് തന്നെ അത്ര സ്പീഡിൽ ഓടാനൊന്നും കഴിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലെത്തിയ ഉടനെ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? എന്താ ശരിക്ക് പറയേണ്ടത്? ഹലോ, അങ്ങനെയല്ലേ ശരിക്കും നമ്മളൊക്കെ ആണെങ്കിൽ പറയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇപ്പം മത്സരത്തിൻ്റെ റിസൾട്ട് 1-1 എന്ന് പറഞ്ഞാൽ മോൾ അന്ന് ജയിച്ചിനല്ലോ എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. അന്നത്തെ മത്സരം എന്തിനാണ് ഓർമ്മിപ്പിക്കുന്നത്? റിസൾട്ട് ഇപ്പോൾ 1-1. പിന്നെ വഫാത്ത് വരെ മത്സരം നടത്തിയോ? ഇല്ല. എന്തേ? ഈ 1-1 മുന്നോട്ട് പോകാനും കപ്പ് പങ്കിടാനും അത് വേറെ തന്നെ ഒരു രസമാണ്. രണ്ടാളും ജയിക്കുന്നതിൻ്റെ ഒരു സൗന്ദര്യം ഒരു കുടുംബജീവിതത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യമാണ്. തോറ്റു കൊടുത്താൽ ജയിക്കുന്ന ഏക മത്സരം കുടുംബം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഇടപെടൽ അങ്ങനെയായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ, ഒരിക്കൽ ആയിഷ ബീവിയുടെ ശബ്ദം കുറച്ച് ഉയർന്നു പോയപ്പോൾ ആരുടെ മുന്നിൽ ആ ശബ്ദം ഉയർത്തുന്നത് എന്നുള്ള അർത്ഥത്തിൽ ഉപ്പ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടിക്കാൻ വേണ്ടി പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണ്ട വേണ്ട വേണ്ട, പാവല്ല, വേണ്ട. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദേഷ്യം പിടിച്ചിട്ട് അങ്ങ് പോയി. ഈമാന്റെ കടുപ്പം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞെന്നറിയാ? ഞാനുള്ളതുകൊണ്ടാണ് ആ മനുഷ്യൻ്റെ അടുത്ത് നിന്ന് അടി കിട്ടാണ്ട് രക്ഷപ്പെട്ടിന്. ഒന്ന് ആയിഷ ബീവിനെ തണുപ്പിച്ചത്. ആ തണുപ്പിക്കുമ്പോൾ പോലും നബി തങ്ങളുടെ വേർഡ് എങ്ങനെയാ സെറ്റ് ചെയ്ത് നോക്കിയേ. നിന്റെ ഉപ്പാന്റെ അടുത്ത് നിന്ന് പറഞ്ഞാൽ അമ്മോശനെ കുറ്റം പറയുമ്പോൾ വിഷമാവൂ ഭാര്യക്ക്. അത് പറയാതെ ആ മനുഷ്യന്റെ അടുത്ത് നിന്ന് പറയാനുള്ള കാരണം, ഉപ്പാന്റെ അടുത്ത് നിന്ന് പറഞ്ഞാൽ ആയിഷ ബീവിന്റെ ഹൃദയം പൊള്ളിപ്പോവും. എന്താണ് അവിടുത്തെ വാക്കുകളിൽ തന്നെ പാലിക്കുന്നൊരു സൗന്ദര്യം നോക്കി നിങ്ങൾ. നമ്മളെ കുറിച്ച് ആലോചിച്ച് നോക്കിയേ. അമ്മോശനെ കുറ്റം പറയുന്നേ. എപ്പോഴും നബി ജീവിതം ഇങ്ങനെ ഒന്ന് നോക്കിയാൽ നമുക്ക് ഈ കണ്ണട വെച്ചിട്ട് നോക്കണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നോക്കിയാൽ അതിൽ ഈ പറയുന്ന ഉത്തരങ്ങളൊക്കെ കാണും. കരാറ് പൂർത്തിയാക്കുന്ന ഖബിൽതു നിക്കാഹഹാ വ തസ്വീജഹാ. യെസ്, ഐ ആം റെഡി. ഏറ്റെടുത്തു. ഫാത്തിമാനല്ലേ, ആയിഷാനല്ലേ, ഐ ആം റെഡി. പൊന്നു പോലെ നോക്കിക്കോളാം. അതാണ് ഈ ഖബിൽത്തുവിൻ്റെ അർത്ഥം. 63 കൊല്ലത്തിനിടയിൽ ഒരു ഭാര്യ ഒരു തുള്ളി കണ്ണീര് ഒളിപ്പിക്കേണ്ടി വന്നിനോ? തങ്ങളെ കൊണ്ട് ടെൻഷനായിട്ട് മൂലക്ക് ഇരിക്കേണ്ടി വന്നിനോ? വിഷമിച്ചിനോ? പ്രയാസപ്പെട്ടിനോ? ഇല്ല. ആയിഷ ബീവിയുടെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കുമ്പോൾ വേറെ ഒരു ഭാര്യ ഒരു പാത്രത്തിൽ പായസം പോലുള്ള പലഹാരം കൊടുത്തയച്ചു. ആയിഷ ബീവി ഇത് കണ്ടപാടൻ ഒരറ്റ തട്ട്. ഞാനില്ലേ നബി തങ്ങളെ സൽക്കരിക്കാൻ, നിങ്ങളെന്തിനും ഇങ്ങോട്ടേക്ക് ഫുഡ് കൊടുത്തയച്ചിന് എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ കൊണ്ടുവന്ന അടിമച്ചക്കനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഗാറത്തു ഉമ്മുക്കും, ഉമ്മ കുറച്ച് ചൂടിലാണ്, മോൻ ഈ വിഷയത്തിൽ ഇടപെടണ്ടെന്ന്. 2 കാര്യമാണ് തങ്ങൾ ചെയ്തേ. ഒന്ന്, ഈ അടിമച്ചക്കനോട് അങ്ങനെ പറഞ്ഞിട്ട് നിർത്തി. രണ്ടാമത്തത്, തങ്ങൾ ഇരുന്നിട്ട് ആയിഷ ബീവി തട്ടിയ പാത്രം, പൊട്ടിയ പാത്രം തങ്ങൾ പൊറുക്കിയെടുത്തു. ഏത് തങ്ങൾ? 7 ആകാശം കീഴടക്കിയിട്ട് അർശും ലോഹവും കുർസിയും കണ്ട തങ്ങൾ അത് പൊറുക്കിയെടുത്തു. എന്തൊരു സൗന്ദര്യം നോക്കി. എന്തിനാ ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്തത്, അങ്ങനെ പറഞ്ഞത്?
അങ്ങനെ ചെയ്യാനുള്ള കാരണം ആയിഷ ബീവിനെ സമാധാനിപ്പിക്കാൻ. അങ്ങനെ പറയാനുള്ള കാരണം എന്താ പറഞ്ഞത്? അടിമനോട് ഗാറത്തു ഉമ്മുക്കും, ഉമ്മ കുറച്ച് ചൂടിലാണ്, ആയിഷ ചൂടിലാന്ന് പറയാം, എൻ്റെ ഭാര്യ ചൂടിലാന്ന് പറയാം, പെണ്ണുങ്ങൻ ചൂടിലാന്ന് പറയാം. ഇങ്ങനെ പറഞ്ഞാലൊന്നും കിട്ടാത്തൊരു സാധനമാണ് ഉമ്മ. നിങ്ങളുടെ ഉമ്മ ചൂടിലാന്ന്, എൻ്റെ ഉമ്മ എന്നല്ല, നമ്മളുമ്മ എന്നുമല്ല. ഗാറത്തു ഉമ്മക്കും, നിങ്ങളെ ഉമ്മ കുറച്ച് ചൂടിലാന്ന് പറഞ്ഞാൽ മോനെ ഉമ്മഹാത്തുൽ മുഅ്മിനീനാന്ന് ഓർമ്മ വേണം, മിണ്ടിപ്പോരുത് കേസ്. അപ്പോഴും ആയിഷ ബീവിൻ്റെ മഹത്താണ് തങ്ങൾ പറയണത്. ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ്, വെറുതെ ഇടപെട്ടിട്ട് ആഹ്റം കൊളാക്കാൻ നിൽക്കണ്ട. ഗാറത്തു ഉമ്മക്കും. എന്താ പറയും നോക്കികള്, എന്താ നേതാവ് നോക്കികള്. എത്ര കാലായി ഓറിയന്റലിസ്റ്റുകാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഭാര്യനെ അടിച്ചതോ കുത്തിയതോ കരയിപ്പിച്ചതോ എന്തെങ്കിലും ഒരു കഥ ഉണ്ടോ നോക്കാൻ ലെൻസ് ഇട്ടിട്ട് പരതാൻ തുടങ്ങിയിട്ട് എന്തെങ്കിലും ഒന്ന് കിട്ടിയോ? ഔഫു ബില്ലഹ്ദി ഇന്നൽ ലഹ്ദ കാന മസ്ഊലാ. കരാറ് പൂർത്തിയാക്കണം. ബദർ യുദ്ധത്തിലേക്ക് പോകുന്ന വഴി ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെയും ഉപ്പാനെയും ശത്രുക്കൾ പിടിച്ചു വെച്ചു, അറസ്റ്റ് ചെയ്തു. ലാസ്റ്റ് ഒരു കണ്ടീഷൻ പറഞ്ഞു, നമ്മൾ എന്തായാലും നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യൂല. അങ്ങനെയാണെങ്കിൽ വിടുവോ? ഓ വിടും. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. അങ്ങനെ അവരെ അഴിച്ചുവിട്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൈന്യത്തിന്റെ അടുത്തേക്ക്, സ്വഹാബത്തിന്റെ അടുത്തേക്ക്, ബദരീങ്ങളാകുന്ന ബാക്കി മഹാന്മാരുടെ അടുത്തേക്ക് ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒപ്പിയെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഹുദൈഫ തങ്ങൾ ഉപ്പിയും ഈ വിഷയം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കരാർ അങ്ങനെ ചെയ്തിനോ? യുദ്ധത്തിൽ പങ്കെടുക്കണ്ട, അവിടെ മാറിയിക്ക്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പാറക്ക് ഇങ്ങനെ ചാരി നിന്നിട്ടാ ബദർ യുദ്ധം നിരീക്ഷിച്ചത്. ശരിക്ക് ശത്രുക്കൾ ആയിരക്കണക്കിനുണ്ട്, ഇപ്പുറത്ത് ആയുധവും ഇല്ല, അംഗബലം വളരെ കുറവാണ്, 300 ചില്ലറ ആളേ ഉള്ളൂ. ഒരാളെ എക്സ്ട്രാ കിട്ടിയാൽ അത്രയും ആവശ്യം വരുന്ന ഘട്ടത്തിലും കരാർ ലംഘിച്ചിട്ടൊരു ഇസ്ലാമിക പോരാട്ടം നമുക്ക് വേണ്ടെന്ന് റസൂൽ പ്രൂഫ് ചെയ്യാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. എത്ര അർജന്റ് ആവശ്യമാണോ ഒരാളെ എക്സ്ട്രാ കിട്ടിയാൽ. അങ്ങനെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സമ്മേളനത്തിന് വേണ്ടി സമ്മേളനം, ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള യുദ്ധമൊന്നും അല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ കരാർ പൂർത്തിയാക്കണമെന്ന് പഠിപ്പിക്കാനുള്ളതാ ഓരോ കാര്യവും. അവിടെ ഹുദൈഫ റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ടാ ഇത് നോക്കണത്. കാരണം പങ്കെടുക്കാൻ പറ്റൂല, അർജന്റ് ആവശ്യമുണ്ട് സമരത്തിൽ, സ്വഹാബത്തിന് കൂടെ നിൽക്കാൻ. വേണ്ട. കണ്ടോ, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കരാർ ലംഘിക്കരുത്. ഒരാളോട് കടം വാങ്ങിയിട്ട് ഇന്ന ഡേറ്റിന് തരാം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാലോ കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അങ്ങനെ പറ്റുന്നതേ പറയാൻ പറ്റൂ. പറഞ്ഞാൽ കൊടുക്കണം, കരാർ പൂർത്തിയാക്കണം. 8 മണിക്കൂർ ജോലി ചെയ്യാം എന്ന കരാറോടെയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഓഫർ ലെറ്ററൊക്കെ നമ്മൾ സ്വീകരിച്ചതെങ്കിൽ കമ്പനിയോട് 8 മണിക്കൂർ കമ്മിറ്റ്മെൻറ്റ് കാണിക്കണം, കരാർ പൂർത്തിയാക്കണം. എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കാമെന്ന് ഓഫർ ഭാര്യ, മക്കൾ, കുടുംബത്തോട് പറയുകയാണെങ്കിൽ അത് പൂർത്തിയാക്കണം. ആരോടും ആ രഹസ്യം പറയല്ലേ എന്ന് നമ്മളോട് ഒരാൾ പറഞ്ഞാൽ ആ രഹസ്യം ഒരു മനുഷ്യനോട് പറയരുത്. ആരുടെയും രഹസ്യം അറിയാൻ ശ്രമിക്കരുത്. ആ സ്റ്റാഫിനെ ഒഴിവാക്കി പോലും കേട്ടോ കമ്പനിയിൽ നിന്ന്. എന്തിനാണെന്ന് അന്വേഷിക്കാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോടൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ആരുടെയും കുറവ് എനിക്ക് പറഞ്ഞു തരാൻ പാടില്ല എന്ന്. കാരണം നിങ്ങൾ ആരുടെ കുറവാണോ എനിക്ക് പറഞ്ഞു തരുന്നത്, പിന്നെ അയാളെ കാണുമ്പോൾ അതല്ലേ എനിക്ക് ഓർമ്മ വരിക. എല്ലാവരെയും ശുദ്ധ മനസ്സോടുകൂടി കാണാനാണ് എനിക്കിഷ്ടം. നിങ്ങൾ ആരുടെയും നെഗറ്റീവ് എനിക്ക് പറഞ്ഞു തരാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെയും വഷളാക്കൂല, ഒരാളുടെയും കുറവന്വേഷിക്കൂല. ആരുടെയെങ്കിലും കുറവുകൾ നമ്മൾ അറിഞ്ഞ് മറച്ചു വെച്ചാൽ നമ്മുടെ കുറവുകൾ അള്ളാഹു ആഖിറത്തിൽ വഷളാക്കാതെ മറച്ചു വെക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ആരുടെയെങ്കിലും കുറവ് അന്വേഷിച്ച് അതിൻ്റെ പിന്നാലെ പോയി. എന്തിനാ മദ്രസയിലെ ഉസ്താദിനെ ഒഴിവാക്കിയത്, എന്തിനാണ് ആ കമ്പനിയിൽ നിന്ന് ആ സ്റ്റാഫിനെ മാനേജർ ഒഴിവാക്കിയത്, അല്ലെങ്കിൽ ആ വൈപ്പർ ഒഴിവാക്കിയത്, ഇയാൾ ഒഴിവാക്കിയത്, ആ ഒരു രഹസ്യത്തിൽ നമ്മൾ ഇടപെടരുത്. മറ്റുള്ളവരുടെ രഹസ്യത്തിൽ ഇടപെട്ട് പോയാൽ നമ്മുടെ രഹസ്യം ഓരോന്നും പുറത്തെത്തിച്ച് വഷളാക്കാതെ ഈ ദുനിയാവൊന്ന് മരിക്കൂല എന്ന് മാത്രമല്ല, ആഖിറത്തിൽ ഖലായിക്ക് ബൈനൽ ഖലായിക്ക് എല്ലാവരുടെയും മുമ്പിൽ നിന്ന് നമ്മളെ രഹസ്യം വഷളാക്കപ്പെടും. ആരുടെ നമുക്ക് ഒരാൾ ഒരു സ്ഥലത്തു നിന്ന് ഒഴിവായാൽ, ഒരു റമദാനിൽ ഒരാൾ ഒഴിവായി അല്ലെങ്കിൽ ഒഴിവാക്കപ്പെട്ടു, നമുക്കറിയണം എന്താ പോലും പോയതല്ല ഒഴിവാക്കിയതാണ്. എന്നിട്ട് തുടങ്ങും എന്നിട്ട് അരമണിക്കൂർ ഗീബത്ത് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, വെറുതെ ഫിത്തിനും ഫസാദൽ മറ്റും നല്ല സമാൻ കളയുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കരം തന്നെയാണ്, ഭയങ്കരം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ കണ്ടില്ലേ, മഗ്തബത്തു അഹദൻ മുൻദു അലിംതു അന്നൽ ഗീബത്ത് ഹറാം. ഗീബത്ത് ഹറാമാണെന്ന് അറിഞ്ഞതിന് ശേഷം എൻ്റെ ഈ നാവ് കൊണ്ട് ഒരു മനുഷ്യനെ പോലും ഞാൻ ഗീബത്ത് പറഞ്ഞിട്ടില്ല. ഇതാണ് ഇമാം സഖാവി റളിയല്ലാഹു അൻഹു അങ്ങനെയാണ്, ഒരു മനുഷ്യന് ഗീബത്ത് പറയാത്ത ആളാണ്. ഇബ്നു ദഖീഖുൽ ഈദ് റളിയല്ലാഹു അൻഹു അങ്ങനെയാണ്, ഒരു മനുഷ്യനെ കുറ്റം പറയാത്ത ആളാണ്. കണ്ടോ, എല്ലാ ഇമാമീങ്ങളും ജയിച്ചത്, എല്ലാ ഇമാമീങ്ങളും മുമ്പന്തിയിലെത്തിയത് അവരുടെ നാവാണ്. മെയിൻ അവരുടെ നാവായിരിക്കും. അവരുടെ നാവ് കൊണ്ട് ഒരൊറ്റ മനുഷ്യൻ വേദനിച്ചിട്ടുണ്ടാവില്ല. സിദ്ദീഖ് റളിയല്ലാഹു 11 കൊല്ലക്കാലം വായിൽ കല്ല് വെച്ച് നടന്ന ആളാ. ഇമാം ഖുശൈരി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, വഖദാലിക ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെയായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാം. നമ്മളുടെ മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചാൽ, നമുക്ക് അത്യാവശ്യം ദിക്റും സ്വലാത്തിനൊന്നും കുറവൊന്നും ഉണ്ടാവില്ല, പക്ഷെ അതൊക്കെ ആരോടെങ്കിലൊക്കെ ദേഷ്യമുള്ളത് അസൂയുള്ളത് ഇങ്ങനെ ഗീബത്ത് പറഞ്ഞിട്ട് ഒഴിവാക്കും. ഗീബത്തിനെ കുറിച്ച് ലളിതമായി നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി തൻ്റെ താജുൽ അറൂസിൽ പറയുന്നുണ്ട്. എന്താണെന്നറിയാം, നമ്മെ ഒരു രാജാവ് ക്ഷണിച്ചു, നമ്മുടെ ഒരു പ്രസംഗത്തിൻ്റെ ക്ലിപ്പ് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടു, നമ്മൾ എഴുതിയ ഒരു ലേഖനത്തിൻ്റെ കഷ്ണം കണ്ടിട്ട് അയാൾക്ക് വലിയ താല്പര്യമായി, നമ്മൾ പാചകം ചെയ്ത ഫുഡ് അയാൾ ടേസ്റ്റ് നോക്കിയിട്ട് ഭയങ്കര അഭിപ്രായമായി. അങ്ങനെ അയാൾ അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റ് ബിസിനസ് ക്ലാസ് തന്നെ എടുത്തിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് ക്ഷണിച്ചു. വലിയ രാജാവ്, ആ രാജാവിനോട് നമ്മൾ സംസാരിക്കാൻ ഒരുങ്ങാണ്. അങ്ങനെ നമ്മൾ അവിടെ എത്തി, പട്ടാളക്കാരുടെ അകമ്പടിയോടുകൂടി നമുക്ക് തന്നെ ഒരു മടമ്പ് പൊന്തിയ ഷൂട്ട്, ഒരു ഫീലിങ്, ആരൊക്കെ എന്താണെന്നറിയില്ല, ഭയങ്കര വാഹനം, ഭയങ്കര അകമ്പടി, എസ്കോട്ട് എല്ലാം ഉണ്ട്. അങ്ങനെ രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ ഉള്ളിലെ പ്രൈവസിയുള്ള റൂമിലാണ് നമ്മൾ സംസാരിക്കാനായിട്ട് നമ്മളെ ക്ഷണിച്ചത്. അങ്ങോട്ടേക്ക് പോവുകയാണ്. അങ്ങോട്ടേക്ക് എത്തി, രാജാവ് ഇപ്പം ആ കസേരയിൽ വന്നിരിക്കും. അങ്ങനെ നമ്മൾ എതിർ സൈഡിലുള്ള കസേരയിൽ സിംഹാസനത്തിൻ്റെ പരിസരത്ത് ഇരുന്നു. രാജാവ് അവിടെ മുമ്പിൽ ഇരുന്ന് നമ്മളെ പരിചയപ്പെടാനിരിക്കുന്ന സമയത്ത് നമ്മെ ബേക്കിൽ നിന്ന് ഒരാൾ തോണ്ടി. ആരാ നിങ്ങൾ? എന്നെ ഓർമ്മയില്ലേ? നിൻ്റെ കൂടെ 4ാം ക്ലാസ്സിൽ LP പഠിച്ചത്, പേര് ഇന്നാലിന്ന പേര് മഹറൂഫ്. അതെ മഹറൂഫായിട്ട് എങ്ങനെ മഹരിഫ് ഇല്ലാതായിപ്പോയത്? എന്താ അറിയാത്തത്? എന്തേ നീ ഇപ്പോൾ ഇവിടെ വന്നത്? നീ ഇവിടെ വരുന്നത് ഞാൻ അറിഞ്ഞിട്ട്. ശരി, എന്തിനാ വന്നത്? നീ അന്ന് 4ാം ക്ലാസ്സിൽ നമ്മളൊന്നിച്ച് ബസ്സിൽ പോകുമ്പോൾ 2 രൂപയായിരുന്നു അന്ന് ചാർജ് ഉണ്ടായിരുന്നത്. നിൻ്റെ കയ്യിൽ 1 രൂപ 50 പൈസ ഉണ്ടായിട്ടുള്ളൂ. അന്ന് 50 പൈസ കടം വാങ്ങിയിട്ട് എനിക്ക് തിരിച്ചു തന്നിട്ടില്ല. തിരിച്ചു തരാത്ത 38 കൊല്ലമായി. സംഭവം ഡേറ്റ് കുറേയായി, 38 കൊല്ലമായി. അതെനിക്ക് ഓർമ്മയുണ്ട്. അത് തിരിച്ചു തരണോ? അയ്യ ചങ്ങായി ഭാഷളാക്ക്, എന്താണ് എന്താ ചെയ്യണം? എനിക്ക് 10,000 38,000 രൂപ വേണമെങ്കിൽ തരും. നീ ഇല്ല എനിക്കത് ഇപ്പം വേണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇപ്പുറത്തുനിന്ന് ഒരാൾ തോണ്ടുന്നത്. എനിക്കെന്താ പ്രശ്നം? നീ അന്ന് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉപ്പിലിട്ടൊരു മാങ്ങ വാങ്ങാൻ വേണ്ടിയിട്ട് അന്ന് 1 രൂപ എന്നോട് കടം വാങ്ങിയതിന് അത് തിരിച്ചു കൊണ്ടാന്ന്. നമ്മൾ എത്രത്തോളം വഷളാവും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എത്രത്തോളം വഷളാവും.
വഷളാവൂലേ? വഷളാവും. ഉറപ്പല്ലേ? ഉറപ്പാണ്. എങ്കിൽ റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സവിധത്തിൽ നിന്ന് നമ്മൾ സ്വർഗം ആഗ്രഹിക്കുമ്പോഴാണ് നമ്മളെ ഭാര്യൻ്റെ ഉമ്മ നമ്മളെ തോണ്ടിയിട്ട് പുതിയാപ്പിളെ എന്തല്ലോ ഗീബത്ത് എൻ്റെ മോളോട് നിങ്ങൾ എന്നെക്കുറിച്ച് പറയലുണ്ടെന്ന് ഇപ്പാണ് ഡിസ്പ്ലേയിൽ തെളിയുന്നത്. എപ്പോ 2000 കൊല്ലം മുമ്പ് അമ്മോശം നമ്മൾ തോണ്ടുന്നത്, സ്വന്തം ഭാരവാഹി സോൺ പ്രസിഡന്റ് തോണ്ടുന്നത്. അയ്യടാ പറഞ്ഞല്ലേ, എങ്ങനെ ഉണ്ടാവും? എന്തൊരു നാണക്കേട് പരിപാടിയായിരിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കി. ആരെയും ഗീബത്ത് പറഞ്ഞ് നമ്മൾ കൊളാക്കരുത്. അഥവാ നമുക്ക് ഒരാളെ ഗീബത്ത് പറയാൻ മുട്ടിയിട്ട് നിൽക്കാൻ കഴിയുന്നില്ല എന്ന് വിചാരിച്ചോ, പറയാണ്ട് നമ്മളെ വികാരം തീരുന്നില്ല. എന്നാ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഉപ്പാനും ഉമ്മാനും ഗീബത്ത് പറഞ്ഞാൽ മതി. എന്നാൽ പിന്നെ സ്വത്ത് പുറത്തേക്ക് പോകില്ലല്ലോ. നിസ്കാരം നോമ്പലും ഉമ്മാക്കല്ലേ പോകുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ മതി എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. സത്യത്തിൽ അതൊരു ട്രോളും കൂടിയാണ്. നമുക്കിപ്പോൾ ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിലല്ലേ അയാളെ ഗീബത്ത് പറയാം. ദേഷ്യമുള്ള ആൾക്ക് നിസ്കാരം നോമ്പാണോ കൊടുക്കൽ? ആണോ? ബുദ്ധിപരമായി ആലോചിച്ച് നോക്കി. നിസ്കാരം നോമ്പ് വേറൊരാൾക്ക് കൊടുത്തിട്ടാണോ ദേഷ്യം തീർക്കൽ? ആകയാൽ ആ പരിപാടിക്ക് നിൽക്കരുത്. മുത്തഖിയായ മനുഷ്യന്റെ മൂന്നാമത്തെ അടയാളം സിലത്തുർ റഹിം, കുടുംബബന്ധം ചേർക്കൽ. കുടുംബബന്ധം ചേർക്കുന്നവരുടെ ദുആഇന് നല്ല ഉത്തരം ഉണ്ടാവും. അയാളുടെ നാവിന് വലിയ ഫലം ഉണ്ടാവും. അതേ അയാൾ വലിയ ആലിമാവണമെന്നോ സയ്യിദാവണമെന്നൊന്നും നിബന്ധനയില്ല. കുടുംബബന്ധം ചേർക്കുന്ന എത്രയോ സാധാരണക്കാരെ നമുക്കറിയാം. അവർ മൂത്തമ്മ ഇളയമ്മമാരെ ഉമ്മാനെ പോലെ കാണുന്നവരാണ്. ഉപ്പാന്റെ അനുജനെ ജ്യേഷ്ഠനെ ഉപ്പാനെ പോലെ കാണണമെന്ന ഇസ്ലാം പറയണത്. ഉമ്മാന്റെ അനുജത്തിനെ ജ്യേഷ്ഠത്തിനെ അൽ ഖാലത്തു ബി മൻസിലത്തിൽ ഉമ്മി, ഉമ്മാന്റെ സ്ഥാനം വെച്ച് കാണണമെന്ന ഇസ്ലാം നമ്മളോട് നിർദ്ദേശിക്കുന്നത്. സ്വന്തം ജ്യേഷ്ഠനെ ഉപ്പനെ കാണുന്ന പോലെ ബഹുമാനിക്കണം. ഇത്താത്തയെ ജ്യേഷ്ഠത്തിയെ ഉമ്മനെ കാണുന്ന പോലെ ബഹുമാനിക്കണം. ആ ഇത്താത്തയെ കല്യാണം കഴിപ്പിച്ചു, താത്തയെ കല്യാണം കഴിപ്പിച്ചു എന്നതുകൊണ്ട് നമ്മൾ സ്നേഹബന്ധം കുറക്കരുത്. 3 പെങ്ങന്മാരൊരാൾക്കുണ്ടായി, അവരെ മര്യാദയ്ക്ക് വളർത്തിയാൽ, അവർക്ക് സ്നേഹം കൊടുത്താൽ അയാൾക്ക് സ്വർഗമുണ്ട്, നരകമോചനമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെങ്ങന്മാരെ നന്നായി പരിഗണിക്കണം. രണ്ടാനുമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആളാണ് നമ്മുടെ ജ്യേഷ്ഠത്തിമാർ. പ്രത്യേകിച്ച് നമ്മുടെ ഇത്താത്തമാരെ നമ്മൾ നന്നായി പരിഗണിക്കണം. മൈമൂന ബീവി റളിയല്ലാഹു അൻഹ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ, അവരുടെ ഒരു സ്വത്ത് സ്വതക്ക ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞപ്പോൾ തങ്ങൾ എന്താ പറഞ്ഞതറിയോ? നിങ്ങളുടെ സഹോദരിക്ക് അത് കൊടുത്തിരുന്നുവെങ്കിൽ ഇപ്പോൾ കൊടുത്തതിനേക്കാൾ ഖൈറാകുമായിരുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ എവിടെ ചെലവഴിക്കുമ്പോഴും ആദ്യം നമ്മളെ പെങ്ങന്മാരെ പരിഗണിക്കണം. നമ്മളെ പെങ്ങളുടെ 2 കുട്ടികളുടെ ഇംഗ്ലീഷ് മീഡിയത്തിലെ ഫീസ് നമുക്കെടുക്കാൻ മനസ്സ് ഉണ്ടാവണം. വേറെ എവിടെങ്കിലും പള്ളി എടുക്കുകയും വേറെ എവിടെങ്കിലും സാന്ത്വനത്തിന് സഹായിക്കുകയൊക്കെ ചെയ്യൽ നല്ലതു തന്നെ. പാവങ്ങളായ പെങ്ങന്മാരുണ്ടായിരിക്കെ അവിടെ കൊടുക്കുന്ന സ്വതക്കയേക്കാൾ മഹത്വം സ്വന്തം കുടുംബത്തെ പരിഗണിക്കലാണെന്നറിയാത്തവരായി ഈ സദസ്സിൽ ആരും ഉണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുലകുടി ബന്ധത്തിലെ സഹോദരിയാണല്ലോ ഷൈമാ റളിയല്ലാഹു അൻഹ, അല്ലെ? ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയുടെ മകൾ, അല്ലെ? ആ ഹലീമത്തു സഅദിയ ബീവിയുടെ മകളായ ഷൈമാ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിഞ്ചു കുഞ്ഞായ കാലത്ത് തൊട്ടിലാട്ടിയിട്ട് താരാട്ട് പാടിക്കൊടുത്ത മോളാണ്. ആ ഷൈമാ ബീവി വളർന്നു വലുതായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വന്നപ്പോൾ ആ പഴയ സ്നേഹം ഓർത്ത് റസൂലുള്ളാഹി വിതുമ്പിപ്പോയി, കരഞ്ഞുപോയി. നിങ്ങൾ ഇവിടെ തന്നെ നിന്നാൽ എല്ലാ സൗകര്യം ചെയ്തേരാ ഇത്താത്ത എന്നാണ് തങ്ങൾ പറയണത്. നിങ്ങൾ നോക്കി, അഥവാ പോകുകയാണെങ്കിൽ വേണ്ട സൗകര്യങ്ങൾ ഞാൻ ചെയ്യാം, എന്ത് വേണമെങ്കിലും ഇത്താത്തക്ക് ചെയ്യാം. ഒട്ടകങ്ങൾ, ആടുകൾ, സമ്മാനങ്ങൾ വാരിക്കോരി കൊടുത്തത് എന്തിനാ? നമ്മളെ പഠിപ്പിക്കാനാ. മുലകുടി ബന്ധത്തിലുള്ള സഹോദരിയെ തന്നെ ഇങ്ങനെ പരിഗണിക്കണമെങ്കിൽ സ്വന്തം
ഉമ്മാന്റെ മകളായ നമ്മുടെ ഇത്താത്തമാരെ എത്ര പരിഗണിക്കണം. കല്യാണം കഴിക്കലോടുകൂടി ഉമ്മാനോടും ബന്ധം വേണ്ട, ഇത്താത്തനോടും ബന്ധം വേണ്ട എന്ന ലിബറൽ ആലോചന സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരായ നമുക്കുണ്ടാവരുത്. താത്തയെ പൊന്നുപോലെ നോക്കണം. എവിടെ എന്ത് ഗിഫ്റ്റ് സ്വതക്ക കൊടുക്കുമ്പോഴും ആദ്യം പെങ്ങളെ പരിഗണിക്കണം. പ്രത്യേകിച്ച് പെങ്ങളുടെ ഭർത്താവിന് സാമ്പത്തിക ശേഷി കുറവുണ്ടെങ്കിൽ അവരെ ചേർത്തു പിടിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. സ്വാലിഹായി ജീവിച്ച ഒരു മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ അയാളെ പിന്നീട് സ്വപ്നത്തിൽ കണ്ട ഒരാൾ എന്താ അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ ബേജാറാ പറയണത്, വിഷമം. എന്തേ കാരണം? എൻ്റെ പെങ്ങൾ എൻ്റെ അടുത്തുനിന്ന് പല രീതിയിലുള്ള സ്നേഹം പ്രതീക്ഷിച്ചിരുന്നു, അതൊന്നും കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അള്ളാന്റെ അടുത്തുനിന്ന് ഞാൻ പ്രതീക്ഷിച്ച സ്നേഹം കിട്ടുന്നില്ല. മൻ ഖതഅ റജാഅ മൻ ഇർതജാഉ ഖതഅ അല്ലാഹു റജാഅ യൗമൽ ഖിയാമ. നമ്മളെ സ്നേഹം പ്രതീക്ഷിച്ചവരായിരിക്കും നമ്മുടെ പെങ്ങന്മാർ. അവരെ പരിഗണിക്കണം, അവരെ പരിഗണിക്കണം. അനുജനെയും അനുജത്തിനെയും ഒക്കെ മക്കളെ നോക്കണ പോലെ നോക്കണം എന്നാ. ഓൻ്റെ കാര്യം ഞാൻ എന്തിനാ നോക്കുന്നത്? ഓനോട് പലതവണ ഞാൻ ആ ഷോപ്പ് തുടങ്ങണ്ട എന്ന് പറഞ്ഞല്ലേ, പൊട്ടിയില്ലേ, എൻ്റെ അടുത്തേക്ക് വരുമെന്ന് എനിക്കറിയാം, ഞാൻ നോക്കൂല. അങ്ങനെ ഏതെങ്കിലും ഒരു ഉപ്പ പറയോ? ഇല്ല. അപ്പോൾ ജ്യേഷ്ഠനും പറയരുത്. ജ്യേഷ്ഠൻ എപ്പോഴും അനുജനെ അനുജത്തിയെ ഉപ്പ കാണുന്ന പോലെ അങ്ങനെയാ കാണേണ്ടത്. ഉപ്പ മക്കളെ കാണുന്ന പോലെ കാണണം, അങ്ങനെയാ കാണേണ്ടത്. ഇനി ജ്യേഷ്ഠത്തിയെ ജ്യേഷ്ഠൻ എങ്ങനെ കാണണം? ഉമ്മാനി ഉപ്പാനിയും കാണുന്ന പോലെ കാണണം. ഇബ്നു ഹജർ റഹിമഹുല്ല അസ്നൽ മത്വാലിബ് ഫീ സിലത്തിൽ അർഹാമി വൽ അഖാരിബ് എന്ന കിതാബിൽ എഴുതി വെക്കുന്നു. നിങ്ങൾ താജുൽ ഉലമയെ പഠിച്ചു നോക്കൂ, നൂറുൽ ഉലമ ഉസ്താദിനെ പഠിച്ചു നോക്കൂ, കൻസുൽ ഉലമ ശൈഖുന ഉസ്താദിനെ നോക്കൂ, സുൽത്താനുൽ ഉസ്താദിനെ പഠിച്ചു നോക്കൂ. എല്ലാവരും പെങ്ങന്മാര് കുടുംബക്കാര് എന്ന് പറഞ്ഞാൽ ജീവനായിരിക്കും. ഈ തിരക്കുകളുടെ ഇടയിലും അവർ കുടുംബത്തെ മറക്കില്ല. വിശേഷ ദിവസങ്ങളിൽ അവരെ കാണാൻ പോകാൻ നമ്മൾ സമയം കണ്ടെത്തണം. അന്താരാഷ്ട്ര ദായിയാവുമ്പോഴും കുടുംബത്തിന് നമ്മളെ കിട്ടുന്നില്ലെങ്കിൽ അതൊരു പരാജയം മണക്കല. ഉപ്പ ഉമ്മ നമുക്ക് നിർബന്ധമായി അവരോടുള്ള ബന്ധം ഉണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഒരു സ്വഹാബി വന്നല്ലോ, നബിയെ എല്ലാത്തിനും ഞാൻ റെഡിയാണ്, ഹിജറക്കാണെങ്കിൽ ഹിജറക്ക്, സമരത്തിനാണെങ്കിൽ സമരത്തിന്. ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നതുകൊണ്ട് എൻ്റെ വേർപാട് ഓർത്തിട്ട് എൻ്റെ ഉപ്പിയും ഈ കരയാണ്, അത്രയും ത്യാഗം സഹിച്ചിട്ടാണ് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിനോട് എന്താ പറഞ്ഞത്? അൽഹിഖുഹുമാ കമാ അബ്കൈതഹുമാ. കരീപ്പിച്ചിട്ടാ വരുന്നത്, ചിരിപ്പിച്ചിട്ട് വരി, ചിരിപ്പിച്ചിട്ട് വരി. എന്നിട്ട് മോനെ അത് മതി എന്നിട്ട് മതി ഈ ദഅവത്തൊക്കെ. ഉമ്മാക്ക് മരുന്ന് വാങ്ങാൻ സമയമില്ലാതെ മീറ്റിങ്ങിനൊന്നും വരേണ്ട ആവശ്യമൊന്നും സംഘടന നമ്മളോട് പറയുന്നില്ല. ഉമ്മ ഉപ്പ പരിഗണിക്കണം. ഏത് ലൈലത്തുൽ ഖദർ ആയാലും ബറാഅത്ത് രാവായാലും ദുആഇന് ഉത്തരം കിട്ടാത്ത ഒരു മനുഷ്യനാരാ? ആരാ? കുടുംബബന്ധം മുറിക്കുന്ന ആളാ. ഹദീസില് 100 കൊല്ലം ഇപ്പുറത്തുനിന്ന്, 500 കൊല്ലം ഇപ്പുറത്തുനിന്ന്, 1000 കൊല്ലം ഇപ്പുറത്തുനിന്ന് വാസന കിട്ടുന്ന വീടാണ് സ്വർഗം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് 3 ഹദീസിൽ വന്നിട്ടുണ്ട്. ദുനിയാവിൽ നിന്ന് തന്നെ മുഅ്മിനായ അൽ മുഅ്മിനുൽ കാമിലായ അൽ കുമ്മലായ മുഅ്മിനീങ്ങൾ സ്വർഗം ഇവിടെ തന്നെ അനുഭവിച്ചിട്ടുണ്ട്. ഉഹദിന്റെ ചരിത്ര ആമുഖത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ സ്വർഗത്തിൽ എത്തൽ പോയിട്ട് വാസന പോലും കിട്ടാത്തവർ ഖാത്തിഉ റഹിം, കുടുംബബന്ധം മുറിക്കുന്നവർ. കുടുംബബന്ധം മുറിച്ച ഒരാൾ സദസ്സിലുണ്ടെങ്കിൽ അയാളുടെ ദുആ അല്ല, അയാൾ ഉള്ള സദസ്സിന് തന്നെ ഇജാബത്തില്ല. ഇന്നല്ലാഹ ലാ യർഹമു ഖൗമൻ ഫീഹിം ഖാത്തിഉ റഹിം. കുടുംബബന്ധം മുറിച്ച ഒരാൾ സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിന്റെ ദുആ സ്വീകരിക്കൂല. ഉമ്മമാരെ തഹജ്ജുദുണ്ട്, ളുഹയുണ്ട്, ഗ്രൂപ്പിൽ 1000 സ്വലാത്ത് അറിയിക്കുന്നുണ്ട്, മറ്റ് ഖിദ്മത്തുകളുണ്ട്, ഭക്ഷണം ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷെ കുടുംബത്തോട് പിണങ്ങിറ്റാ ഉള്ളതെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ട ഇബാദത്ത് കുടുംബബന്ധം മുറിച്ചവന്റെ ഒരു ഇബാദത്തും അല്ലാഹ് സ്വീകരിക്കൂല. അതേത് ലൈലത്തുൽ ഖദർ ആയാലും, അറഫന്റെ പകലാണെങ്കിലും, ബറാത്തിന്റെ രാത്രിയാണെങ്കിലും, ഏത് മക്കത്തുനിന്നാണെങ്കിലും അയാളുടെ ദുആ അല്ലാഹ് സ്വീകരിക്കൂല. ഇൽമിന്റെ മജ്ലിസ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ദുആ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറയും, ഈ സദസ്സിൽ ആരെങ്കിലും കുടുംബബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് എണീറ്റു പോകണം, നമ്മുടെ ദുആ സ്വീകരിക്കണമല്ലോ. കണ്ടോ, ഇത്ര കാലവും പ്രബോധനം നടത്തി ലോകത്തിന് മുഴുവനും വെളിച്ചം വീശിയ ലോക ഗുരു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ആ റസൂലുള്ളാഹിന്റെ അവസാന പ്രഭാഷണത്തിൽ, ഹജ്ജത്തുൽ വിദാഇന്റെ പ്രഭാഷണത്തിൽ ചോദിക്കാനുണ്ടായിരുന്ന ഒരു ചോദ്യം എന്താണെന്നറിയോ? ഈ കൂട്ടത്തിൽ ആരെങ്കിലും കുടുംബത്തോട് തെറ്റി നിൽക്കുന്നവരുണ്ടോ എന്നാണ് ചോദ്യം. ബന്ധം പുലർത്തണം. കുടുംബ ബന്ധം പുലർത്തുന്നവരെ അള്ളാഹുവിന് വലിയ ഇഷ്ടമായിരിക്കും. അവരുടെ ജീവിതത്തിൽ വലിയ ബർക്കത്തായിരിക്കും. കുടുംബത്തിൽപ്പെട്ട ഒരാൾ നമ്മളോട് സഹായം ചോദിച്ചു, കൊടുക്കാൻ നമുക്ക് സാമ്പത്തികമായി ശക്തിയുണ്ട്, എന്നിട്ടും നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് കിട്ടില്ല. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് എഴുതി വെക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ കിതാബ് ആരെടുത്തെന്നെങ്കിലും അതിൻ്റെ പ്രധാന ഭാഗങ്ങളെങ്കിലും ഒന്ന് എടുത്തോതിയാൽ നമ്മളൊക്കെ ഒരു കുടുംബത്തോട് കാണിക്കേണ്ട കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കടപ്പാട് എത്രത്തോളം വലുതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അങ്ങനെ മുത്തഖീങ്ങളുടെ മൂന്നാമത്തെ അടയാളം വസിലത്തുർ റഹീം, കുടുംബ ബന്ധം പുലർത്തൽ. 4 വറഹ്മത്തുല്ലുഅഫാ, മുത്തഖിയായ മനുഷ്യന്റെ 4ാമത്തെ അടയാളം പാവപ്പെട്ടവരോട് കരുണ ഉണ്ടാവണം. ഹൽ തുൻസറൂന വതുർസഖൂന ഇല്ലാ ബിളുഅഫായിക്കും, നിങ്ങൾക്ക് ഈ വെള്ളവും ഭക്ഷണവും മഴയും കച്ചവടത്തിലെ ബർക്കത്തൊക്കെ നാട്ടിലെ സാധുക്കൾ ഉള്ളത് കൊണ്ടാണ് കിട്ടുന്നത്. ഇന്നോവ ക്രിസ്റ്റയിൽ പോകുമ്പോൾ ഒരു പാവം റോഡ് മുറിച്ച് കടക്കുമ്പോൾ ഹോണ് ബലത്തിൽ അടച്ചിട്ട് അയാളുടെ ചെവി അടപ്പിക്കരുത്. അയാൾ ഉള്ളോണ്ടാ നിനക്ക് ആരോഗ്യം തന്നെ അല്ലാഹു തന്നത്. സ്ഥാപനത്തിൽ 2 മുത്താലിമീങ്ങളുടെ തക്കാഫുൽ ഏറ്റെടുത്തിട്ട് തിരിച്ചു വരുന്ന ഒരു ഹാജിയാര് ഗേറ്റ് കീപ്പറായ മനുഷ്യന് ഗേറ്റ് തുറക്കാൻ കുറച്ച് വൈകിയത് കൊണ്ട് ചൂടാകുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പ്രശ്നമുണ്ട് എന്നർത്ഥം. നമ്മൾ എന്തിനാ ഈ തക്കാഫുൽ ഏറ്റെടുത്തത്? സമ്മേളനത്തിൽ കാർ പാസ് കിട്ടാനോ? അല്ല VIP ലോഞ്ചിൽ നിന്ന് 2 അണ്ടിപ്പരിപ്പ് കിട്ടാനോ? അതിനാണോ? അല്ല, അതിനല്ല നമ്മൾ നൽകേണ്ടത്. പാവങ്ങളോടുള്ള സ്നേഹമെന്ന് പറഞ്ഞാൽ അത്അമഹും മിൻ ജൂ മാത്രം പോരാ, വആമനഹും മിൻ ഖൗഫ് കൂടി ഉണ്ടാവണം, നിർബന്ധമായിട്ടുണ്ടാവണം. പാവപ്പെട്ടവരോട് നല്ല സ്നേഹം ഉണ്ടാവണം. ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടെങ്കിൽ അയാളിൽ ഉണ്ടാവുന്ന ക്വാളിറ്റി ഇമാമിങ്ങൾ എഴുതി വെച്ചു. എന്തേ? റസൂലുള്ള പാവങ്ങളോട് കരുണ കാണിക്കുന്നയാളാണ്, അതുപോലെ കരുണ കാണിക്കണം പാവങ്ങളോട്. അപ്പോഴാണ് അയാളുടെ മഹബത്താവുക. അപ്പൊ നമ്മളെ വീട്ടിൽ ഗ്രാൻഡ് മൗലിദ് നടത്തുന്നു റബീഉൽ അവ്വലിൽ. കേരളത്തിൽ അറിയപ്പെട്ട 4 മാദിഹീങ്ങളും ബുർദ ഇഖ്വാനുകളും വന്നു, ശരി. അപ്പോഴും പാവപ്പെട്ടവർക്ക് ഫുഡ് കൊടുക്കാൻ സമയം കണ്ടെത്തണം. അതാ റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടം സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാതെ കുറച്ച് പണക്കാരെ മാത്രം വിളിച്ച് എന്നിട്ട് ഞാൻ 4 ആടിനെ അറുത്തിട്ടുണ്ട്, എനിക്ക് പിന്നെ റബീഉൽ അവ്വലിൽ ആടിനെ തന്നെ അറുത്താലേ റാഹത്താവുള്ളൂ എന്ന് തലാട്ടിയാലൊന്നും മഹബത്ത് അങ്ങ് ചാർത്തി വെക്കാനൊന്നും കഴിയൂല. പാവങ്ങളെ ചേർത്ത് പിടിക്കലാണ് മഹബത്തിന്റെ കാമ്പും കാതലും. നിങ്ങൾ നോക്ക്, അള്ളാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു വാങ്ങിയ ഒരു കാര്യമാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്തി വതർക്കൽ മുൻകറാത്തി വഹുബ്ബൽ മസാകീൻ. പാവങ്ങളോട് സ്നേഹം നൽകണേ അല്ലാഹ്. അള്ളാഹിനോട് റസൂൽ ഒരു കാര്യം ചോദിക്കണമെങ്കിൽ ഏതെങ്കിലും സില്ലി കാര്യം ചോദിക്കോ? ലോക്കൽ കാര്യം ചോദിക്കോ? ഇല്ല, അത് ഏറ്റവും കടുപ്പത്തിലുള്ളതേ ചോദിക്കൂ. വഹുബ്ബൽ മസാകീൻ. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഒരു കിതാബ് തന്നെ ഉണ്ട്, ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാഹ്. മഹാൻ അതിൽ പറയുന്നുണ്ട്, ഒരാളുടെ ഖൽബ് മുഖ്ലിസായ മനുഷ്യന്റെ ഖൽബാണെങ്കിൽ പാവങ്ങളോട് വലിയ ഇഷ്ടമായിരിക്കും. എന്തുകൊണ്ട്? പാവങ്ങളെ ഇഷ്ടപ്പെട്ട തിരിച്ചൊന്നും കിട്ടാനില്ലല്ലോ. അയാൾ MLA അല്ല, MP അല്ല, പഞ്ചായത്ത് മെമ്പർ അല്ല, അയാൾക്ക് അധികാരമില്ല, പണമില്ല, സ്ഥാനമില്ല, തിരിച്ചൊന്നും കിട്ടാനില്ലല്ലോ. അപ്പോൾ അയാളുടെ സ്നേഹം ലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. പാവങ്ങളെ ഇഷ്ടപ്പെടണം. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയാൽ അല്പമൊന്ന് വൈകിയാൽ കൊണ്ടുവച്ച പ്ലേറ്റിൽ ചെറിയൊരു വേസ്റ്റ് ഉണ്ടായാൽ വെയിറ്ററോട് ചൂടാവാനുള്ളതല്ലടോ നമ്മുടെ ലൈഫ്. അല്ല അല്ല, എല്ലാ പാവങ്ങളോടും നമുക്ക് സിമ്പതി ഉണ്ടാവണം, സ്നേഹമുണ്ടാവണം. അത് അള്ളാഹ് തന്നെ തരേണ്ടതാ. അധ്വാനിച്ച് നേടിയെടുക്കണം, അള്ളാഹിനോട് ദ്വാരക്കണം, പാവങ്ങളോട് കരുണ വേണം. അലി റളിയല്ലാഹു അൻഹുവിനെ കണ്ടില്ലേ? ആര് പാവപ്പെട്ടവർ സദ്യക്ക് ക്ഷണിച്ചാലും അലി റളിയല്ലാഹു അങ്ങോട്ടെത്തും. ആടെ ഒന്നും കാര്യമായിട്ട് തിന്നാനൊന്നും ഉണ്ടാവില്ല. എന്നാലും ഉള്ളത് തിന്നിട്ട് വരുമ്പോൾ അലി റളിയല്ലാഹു പറയും, എൻ്റെ വീട്ടിൽ നാളെ വരണം കേട്ടോ. അലി റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ വിരിപ്പന്നില്ല, എന്നിട്ടിപ്പോൾ എന്തൊക്കെ തിന്നാൻ കൊടുക്കേണ്ടത്, എന്നാലും ഉള്ളത് സംഘടിപ്പിച്ചിട്ട് കൊടുക്കും. ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥാനപ്പേരൻ എന്താണെന്നറിയോ? അബുൽ മസാക്കീൻ, പാവങ്ങളുടെ ഉപ്പാന. അത് ഓൺലൈൻ കോഴ്സ് കൊണ്ട് കിട്ടിയ സർട്ടിഫിക്കറ്റ് ഒന്നല്ല, ജീവിച്ച് കാണിച്ച് തന്ന ഒരു ചിത്രമാണ് പച്ചപ്പിൻ്റെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹയുടെ പേരെന്താണെന്നറിയോ? ഉമ്മുൽ മസാക്കീൻ, പാവങ്ങളുടെ ഉമ്മയാ. റസൂലുള്ള ചെലവിന് കൊടുക്കുന്നില്ല, സൈനബ് ബീവി ജോലി ചെയ്യണം.
എന്തിനാ നെയ്ത്ത് ജോലി ചെയ്യണത്? കിട്ടിയ വരുമാനം കൊണ്ട് ഏതെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങാനൊന്നല്ല, കേക്ക് ഉണ്ടാക്കാനല്ല. പിന്നെ എന്തേ? പാവങ്ങൾക്ക് സ്വതക്ക കൊടുക്കാൻ, പാവങ്ങളെ പരിഗണിക്കാൻ. അങ്ങനെ കിട്ടിയ പേരാ ഉമ്മമാരെ, ഉമ്മുൽ മസാക്കീൻ, പാവങ്ങളുടെ ഉമ്മ. ജാഫർ ത്വയ്യാർ തങ്ങൾ സ്വർഗത്തിലെ പറക്കുന്ന സ്വഹാബിയ. മുഅ്തദിന്റെ രണാങ്കണത്തിൽ കയ്യും കാലുമൊക്കെ പോയി ഷഹീദായി. ആ സ്വഹാബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിക്കുന്നത് തന്നെ റഅയ്തു ജഅഫറ യതീറു ഫീ ഹവാഇൽ ജന്ന, സ്വർഗ്ഗത്തിൽ എൻ്റെ ജഅഫറിനെ പറക്കുന്നതായി ഞാൻ കാണുന്നുണ്ട്. ആ സ്വഹാബിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അബുൽ മസാക്കീൻ, പാവങ്ങളുടെ ഉപ്പ.